ഇന്നലെ ലിജു വളരെ കൃത്യമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മുഴുവൻ ഈ വൃത്തികെട്ട പത്രം, ഈ ടോയ്ലറ്റ് പേപ്പർ അത് മുഴുവൻ മുക്കിയിട്ട് അതിന്റെ ഇടയിൽ ഒരു സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന രീതിയിൽ പറയേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ലിജു പറഞ്ഞപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ചു കൊടുത്തു. ഏറ്റവും പ്രധാനം ലിജു പറഞ്ഞ സഖാക്കന്മാർ, കട്ടുമണിക്കുന്ന സഖാക്കന്മാരെ കുറിച്ച് ലിജു പറഞ്ഞത് ഇവ രണ്ട് ഒഴിവാക്കി. എങ്ങനെയുണ്ട്? ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുക. ദേശാഭിമാനി കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് അറിയാലോ, ഇതിപ്പോ 1, 2, 3 പ്രാവശ്യമൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ വർഷങ്ങളായി, കാലങ്ങളായി ഒരേ സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ തെമ്മാടിത്തം കളിച്ചാൽ ഇത് അറിയില്ലേ ആൾക്കാർക്ക്? ഇവർ ഇത്രയും പൊട്ടന്മാരാണ്. ഇപ്പൊ ഇന്നത്തെ ദേശാഭിമാനിയിൽ ഇന്ന് 2 ദേശാഭിമാനിയുണ്ട്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ മെയിൻ സ്റ്റോറിയാണ് പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകൾക്ക് വിലക്ക്. എന്താണ്? പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകൾക്ക് വിലക്ക്, മന്ത്രിസഭയിലെ ഭിന്നത പുറത്തേക്ക്. ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കേ. അതായത് ഈ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ക്ഷേമ പെൻഷനുകളുടെ ഒരു പകുതി നേരിട്ട് ബാങ്കിലേക്ക് എത്തും, ബാക്കി പകുതി സഹകരണ ബാങ്കുകൾ വഴിയാണ് കൊടുക്കുക. ഈ സഹകരണ ബാങ്കുകൾ വഴി എന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണ ബാങ്ക് വഴിയൊന്നുമില്ല. അതായത് സഖാക്കന്മാർ നിയന്ത്രിക്കുന്ന, സഖാക്കന്മാർ ഭരണസമിതിയായുള്ള സഹകരണ ബാങ്കുകളിലേക്ക് ഇത് മാറ്റും. എന്നിട്ട് സഹകരണ ബാങ്കിൽ നിന്ന് അത് സഖാക്കന്മാർ കൊണ്ടുപോയിട്ട്, ബാങ്ക് ഏജന്റുമാരെന്നൊക്കെയാ പറയാ, അത് സഖാക്കന്മാർ തന്നെ, ഇവര് കൊണ്ടുപോയിട്ട് ഈ വ്യക്തികൾക്ക് വിതരണം ചെയ്യും. ഇതുകൊണ്ടുള്ള തകരാറ് എന്താണെന്നറിയോ? ഈ സഖാക്കന്മാരാണ് വീടുകളിൽ ചെന്ന് കണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുക. അപ്പൊ വീട്ടുകാർ സ്വാഭാവികമായും ഞങ്ങൾക്ക് മാസം പൈസ ആരാ കൊണ്ടുവരുന്നത്? സഖാക്കന്മാരാണ് കൊണ്ടുവരുന്നത്. സഖാക്കന്മാര് ഇവരുടെ വീട്ടിൽ നിന്നോ ഇവരുടെ തറവാട്ടിൽ നിന്നോ പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന പൈസയാണെന്നുള്ള രീതിയിലാണ് ഇവരിത് വാങ്ങി വെക്കുക. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഒരു വൃദ്ധനായ ഒരാളെ സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ, UDF വരരുത്, നിങ്ങൾ തന്നെ വരണം, നിങ്ങൾ തന്നെ ഇനിയും വരണം, UDF വന്നാല് കിട്ടൂല പെൻഷൻ കിട്ടൂല, അതുകൊണ്ട് എന്റെ പെൻഷൻ നിങ്ങൾക്ക് ഞാൻ തരാം, സംഭാവനയായിട്ട് തരാം. ഗോവിന്ദൻ മാഷിക്ക് ഒരു 2000 റുപ്യ ഒരാളെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് അവസാനം നാണം കെട്ട് അയാൾ എന്നെ പറഞ്ഞു, എന്നോട് അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ UDF സർക്കാർ വന്നാൽ പെൻഷൻ കിട്ടൂല, ഞങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ തരുള്ളൂ, ഈ പെൻഷൻ തന്നെ ഞങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു പരിപാടി ഇനി ഇതിന്റെ ഇടയിൽ ഇവരുടെ മുക്കലുണ്ട്. അതായത് ഇത് കൊടുക്കുമ്പേ, അതായത് വളരെ ദരിദ്രരായ ആൾക്കാർക്ക് ഈ മാസം ഇവരുടെ ഈ പെൻഷൻ കൊടുക്കല്ലോ, ഈ 2000 റുപ്യ കൊടുത്തു കഴിയുമ്പോൾ ഇവർ ഇതിൻ്റെ അകത്തുനിന്നേ ഈ എങ്ങനെ കൊടുക്കുക വെച്ചാൽ, ഇപ്പൊ 500-ന്റെ 4 നോട്ടായിരിക്കും കൊടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു നോട്ട് എടുത്ത് കണ്ട് ഇവർക്ക് കൊടുക്കും. കൊണ്ടുപോകുന്നതല്ലേ, കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്നും ഇവർക്ക് ഒരു 500 രൂപ വീതം ഇങ്ങനെ കിട്ടും. നല്ല കുശാലല്ലേ അല്ലേ? മാത്രമല്ല ഇങ്ങനെ കൊടുക്കുന്നതിന് ഇനി 25 രൂപ കമ്മീഷൻ സഹകരണ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ നികുതി പൈസയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ വിവരം ഇവരെ അറിയിക്കില്ല. അത് ഓരോ വർഷവും കഴിയുമ്പോൾ മസ്റ്ററിങ്ങിലെ ഇത് അറിയുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ പേരിൽ വരുന്നത് മുഴുവനും ഇവര് അടിച്ചു മാറ്റും. ചുരുക്കി പറഞ്ഞ നല്ല കുശലായിരുന്നു ഈ സഖാക്കന്മാർക്ക് ഈ സഹകരണ ബാങ്ക് വഴി കൊടുക്കല്. സതീശൻ അധികാരമേറ്റപ്പം അത് അങ്ങോട്ട് നിർത്തലാക്കാൻ പോവുകയാണ്, നിർത്തലാക്കിയിട്ടില്ല, നിർത്തലാക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് ബേജാറായി. അല്ല, ഈ കേരളത്തിൽ ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരാണുള്ളത്? എല്ലാ ആനുകൂല്യങ്ങളും വരുന്നത് ബാങ്ക് വഴിയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നത് ത്രൂ ബാങ്കാണ്. നമ്മുടെ നാട്ടില് ഓരോ മുക്കിന്
ബാങ്ക് ശാഖകളുണ്ട്. അവിടുന്ന് ഒരു എന്താ പറയാ, ബാങ്കില് ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിലിരുന്നിട്ട് തന്നെ ആ ബാങ്ക് വഴി ആ കാശ് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇവർക്ക് സഹകരണ ബാങ്ക് വേണം, നല്ല ഇവർക്ക് കട്ടുമുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം കേട്ടോ. ഇനിയാണ് നമുക്ക് ഈ വാർത്തയിലേക്ക്. പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകൾക്കുള്ള വിലക്ക്, മന്ത്രിസഭയിലെ ഭിന്നത പുറത്തേക്ക് എന്ന് പറയുന്നത്. മന്ത്രിസഭയിൽ ആകെ ഭിന്നത എത്രയേ? സതീശൻ മന്ത്രിസഭയില് ഭിന്നത. എന്തിന് ഭിന്നത? സഖാക്കന്മാർക്ക് കട്ടുമുടിക്കാൻ വേണ്ടിയിട്ട് സഹകരണ ബാങ്കിലേക്ക് തന്നെ പെൻഷൻ കാശ് കൊടുക്കണം. ഏത് മന്ത്രിയാണ്, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ ആർക്കാണ് ഈ ഒരു തീരുമാനത്തോട് എതിർപ്പുള്ളത്? ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രി ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, നമുക്ക് സഹകരണ ബാങ്കിലൂടെ തന്നെ കൊടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടാൽ അറിയാം, ഈ ഒരു തീരുമാനം വന്നതോടെ സഖാക്കന്മാർ ഉൾപ്പെടെ, സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ നല്ല സഖാക്കൾ കേട്ടോ, നല്ല സഖാക്കൾ ഉൾപ്പെടെ പറയുന്നത് നല്ല തീരുമാനമാണ്. ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഈ കിടപ്പ് രോഗികൾക്കും അത്തരത്തിൽപ്പെട്ട ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് നേരിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു, അത് ഇനിയും ചെയ്യാം. അത്തരം മാർഗങ്ങളൊക്കെ ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു കൊടുക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അങ്ങനെ എത്തിച്ചു കൊടുത്തിരുന്നു. അത് അവസാനം സഖാക്കന്മാർ തന്നെയാണ് അട്ടിമറിച്ചത്. സഖാക്കന്മാരെ കുത്തിത്തിരിപ്പുണ്ടാക്കി, അത് ഒഴിവാക്കി. ഇവരെവിടെയും കുത്തിത്തിരിപ്പിന് ആശാന്മാരാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറിയുടെ ആ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ദേശാഭിമാനി പറയുന്നത് മന്ത്രിസഭയിലാകെ എന്താണ് ഭിന്നത, അത് പുറത്തേക്ക്, മന്ത്രിസഭയിലെ ഭിന്നത പുറത്തേക്ക് വരുന്നു. എന്തിനു ചൊല്ലിയിട്ടാണ് മന്ത്രിസഭയിലെ ഭിന്നത? സഹകരണ ബാങ്കിലൂടെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കണം, എന്നിട്ട് സഖാക്കന്മാർക്ക് ഇത് കൈയിട്ട് വാരാൻ അവസരം കൊടുക്കണം എന്ന് സതീശ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ പറയാണല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുക. ഇപ്പൊ ആടിനെ പട്ടിയാക്കി, ഇപ്പൊ ഒരു പേപ്പട്ടിയാക്കും. പേപ്പട്ടിയാക്കിയിട്ട് ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലും. വാർത്ത ബഹുരസാണ് വാർത്ത. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയതിൽ സഹകരണ വകുപ്പിന് ആശങ്കയുണ്ടെന്ന് തുറന്നടിച്ച് മന്ത്രി എം ലിജു തുറന്നടിച്ചത്രേ സഹകരണ ബാങ്കിന് ആശങ്ക. എന്നിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നിട്ട് സതീശനായിട്ട് തൂക്കിക്കൊല്ലും ലിജു പറഞ്ഞത്രേ. ലിജു നേരത്തെ സതീശനെതിരെ എന്താ പറയാ പടക്കളത്തിൽ ഇറങ്ങി ഇവന്റെ ബീവറേജസുമായി ബന്ധപ്പെട്ട മറ്റേ പ്രശ്നം ഉണ്ടല്ലോ, അതായത് മദ്യത്തിന് ടാക്സ് കുറച്ചു എന്നും പറഞ്ഞും കണ്ട് ഇവരുടെ ഒരു പുകമറുണ്ടല്ലോ, അന്നും പറഞ്ഞിരുന്നു ലിജു സതീശനെതിരെ ലിജു സതീശനെതിരെ. എവിടെ ലിജു പറഞ്ഞു എന്ത്? ഒരു പ്രശ്നമില്ല ലിജു തന്നെ പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ പടക്കം തൂക്കിപ്പോയി. ഇപ്പൊ രണ്ടാമതും കത്തിക്കുകയാണ് ലിജുവിനെ വെച്ചിട്ട്. അപ്പൊ ലിജു പറഞ്ഞിരിക്കുകയാണ് അത്രേ, സഹകരണ ബാങ്ക് ആകെ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, സഹകരണ ബാങ്കിലൂടെ തന്നെ കൊടുക്കണം, എന്നിട്ട് സഖാക്കന്മാർക്ക് കട്ടുമുടിക്കാൻ അവസരം കൊടുക്കണം. ലിജു പറഞ്ഞത്രേ. എങ്ങനെയുണ്ട്? ഇനി ബാക്കി കൂടി കേൾക്കണം. പെൻഷൻ വിതരണം ചെയ്യുന്നത് സംഘങ്ങൾക്കും ജീവനക്കാർക്കും പ്രയോജനമുണ്ടായിരുന്നു. മറ്റേ കൂടി പറഞ്ഞേ, സംഘങ്ങൾക്കും ജീവനക്കാർക്കും എന്ന് പറഞ്ഞാൽ ആരാ? ഈ അന്തംകമ്മികൾക്ക് തന്നെ, അവർക്ക് പ്രയോജനമുണ്ടായിരുന്നു. 1450 സംഘങ്ങൾ വഴിയാണ് വിതരണം ചെയ്തത്. വിതരണം ചെയ്യുമ്പോൾ ഒരു സംഘത്തിന് 25 രൂപയും ഒരു ജീവനക്കാരന് 5 രൂപയും ലഭിക്കുമായിരുന്നു. പദ്ധതി തുടരണമെന്ന് സഹകരണ മേഖലയിലുള്ളവരുടെ അഭിപ്രായം. പദ്ധതി തുടരണമെന്നാണ് സഹകരണ മേഖലയിലുള്ളവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അന്തംകമ്മികളുടെ അഭിപ്രായം ഈ പദ്ധതി തുടരണമെന്നാണ്. അവശരായവർക്കും കിടപ്പ് രോഗികൾക്കും പെൻഷൻ വീട്ടിലെത്തിക്കണമെന്നാണ് തന്റെയും അഭിപ്രായം. ആരാ? ലിജു പറഞ്ഞ ആളത്രേ. അത് ശരിയാണ്. സതീശനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവശരായവർക്ക് കിടപ്പിലായവർക്ക് വീട്ടിലെത്തിക്കും. അല്ലാതെ അവസരം കിടപ്പിലായ ആൾക്കാരെയും കട്ടിലോടെ എടുത്ത് ബാങ്കിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വീട്ടിലെത്തിക്കും. ഇനി വകുപ്പ് അറിയാതെയാണ് തീരുമാനമെടുത്തതെന്ന് തീർത്തു പറയാനാകില്ല. ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടാകും. ഒറ്റയടിക്ക് പറയുന്നില്ല. ലിജു അറിയാതെ, സഹകരണ വകുപ്പ് അറിയാതെയാണ് സതീശൻ ഇത് പറഞ്ഞതെന്ന് ഇവർ പറയുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നടത്തിയിട്ടുണ്ടാകാം എന്നാണ് ലിജു പറയുന്നത്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞതിനെയും താൻ പറഞ്ഞതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. സഹകരണ കൺസോർഷ്യം വഴി ഇതുവരെ 40,000 കോടി രൂപ പെൻഷനായി നൽകി. എന്നാൽ തന്റെ വകുപ്പുകളെ മുഖ്യമന്ത്രി കൈപ്പിടി, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്, ഏറ്റവും വലിയ മുട്ടൻ കല്ലെടുത്തെറിയാണ്. അതിങ്ങനെയാണ്.
എന്നാൽ തന്റെ വകുപ്പുകളെ മുഖ്യമന്ത്രി കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിലെ അതൃപ്തിയാണ് എം ലിജു രേഖപ്പെടുത്തിയതെന്ന് വ്യക്തം. ദേശാഭിമാനിയുടെ ഈ സ്വന്തം ലേഖനം എന്ന് പറഞ്ഞ മണുകുണാഞ്ചൻ പ്രഖ്യാപിക്കുകയാണ് തന്റെ വകുപ്പിൽ കൈകടത്താനുള്ള സതീശനോടുള്ള ലിജുവിന്റെ അതൃപ്തി വ്യക്തമാണത്രേ. ഇവനൊക്കെ പത്രപ്രവർത്തകനാണല്ലോ, പിന്നെ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യാൻ പത്രപ്രവർത്തകനാവണ്ട. ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യാൻ പത്രപ്രവർത്തകനാവണ്ട ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, അയാൾ രാജിവെച്ചു. നമ്മുടെ കള്ളൻ വിജയൻ എന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തതിന് അജയനെ അജയനെതിരെ നടപടിയെടുത്തു. അജയനെ കൊണ്ട് രാജിവെപ്പിച്ചു. അജയനെ പുകച്ചു പുറത്ത് ചാടിച്ചു. എന്നിട്ടാണ് ഇവരാണ് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അത് വേറൊരു കഥ, അതുകൊണ്ട് അത് ഞാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല കേട്ടോ. ഇനി നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയത്തിലും എക്സൈസ് മന്ത്രിയോട് ആലോചിക്കാതെ എടുത്ത തീരുമാനത്തിലെ അതൃപ്തി ലിജു മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചിരുന്നു. കൂടെ ഈ പറയുന്ന മണുകുണാഞ്ചൻ പത്ര റിപ്പോർട്ടറെയും കൊണ്ടുപോയിരുന്നു നേരിട്ട് അവതരിപ്പിക്കുമ്പോൾ. അങ്ങനെയാണ് ഇവൻ അറിഞ്ഞത് കേട്ടോ. ഇതിന് പിന്നാലെയാണ് പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലും അതൃപ്തി മന്ത്രി പരസ്യമാക്കുന്നത്. ഇതിന്റെ പിന്നാലെയാണ് പെൻഷൻ വിതരണത്തിലെ അതൃപ്തി മന്ത്രി വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതാണ് ദേശാഭിമാനിയിലെ വാർത്ത. മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കട്ടെ. അപ്പോഴാണ് ഇതിന്റെ എന്താണ് ലിജു പറഞ്ഞ കാര്യങ്ങൾ ദേശാഭിമാനി മുക്കി. അതാണ് സത്യം. ഇന്നലെ ലിജു വളരെ കൃത്യമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മുഴുവൻ ഈ വൃത്തിയുടെ പത്രം, ഈ ടോയ്ലറ്റ് പേപ്പർ അത് മുഴുവൻ മുക്കിയിട്ട് അതിന്റെ ഇടയിൽ ഒരു സഹകരണ വകുപ്പിന് ചുമതലയുള്ള മന്ത്രി എന്ന രീതിയിൽ പറയേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ലിജു പറഞ്ഞപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ചു കൊടുത്തു. ഏറ്റവും പ്രധാനം ലിജു പറഞ്ഞ സഖാക്കന്മാർ കട്ടുമുടിക്കുന്ന സഖാക്കന്മാരെ കുറിച്ച് ലിജു പറഞ്ഞത് ഇവ രണ്ട് ഒഴിവാക്കി. എങ്ങനെയുണ്ട് അത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം മാതൃഭൂമി നോക്കട്ടോ. ഇതാ അതിന്റെ തലക്കെട്ട് അറിയോ? ക്ഷേമ പെൻഷൻ റെഡ് ബറ്റാലിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു മന്ത്രി. ലിജു പറയാണ് റെഡ് ബറ്റാലിയൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന അന്തംഗമ്മികള് കട്ടുമുടിക്കാൻ വേണ്ടി ഇവരുടേതായ ഒരു റെഡ് ബറ്റാലിയൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന്. അതാണ് ലിജു പറഞ്ഞത്. ആ വാർത്ത ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകളിലൂടെ വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള തീരുമാനത്തിലൂടെ ചുവപ്പുവൽക്കരണത്തിനാണ് ഇടത് സർക്കാർ ശ്രമിച്ചത് എന്ന് മന്ത്രി എം ലിജു. എങ്ങനെയുണ്ട് ഈ വാർത്ത? ഈ ഏറ്റവും കാതലായ ആരോപണം ദേശാഭിമാനി കൊടുക്കില്ലല്ലോ. ഇനി രാഷ്ട്രീയം നോക്കിയാണ് ബാങ്കുകളെ തിരഞ്ഞെടുത്തത്. CPM പ്രവർത്തകരാണ് പെൻഷനുമായി വീടുകളിൽ എത്തിയത്. റെഡ് ബറ്റാലിയൻ തീർക്കാനാണ് ഇതിലൂടെ ശ്രമിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. മനസ്സിലായില്ലേ? പെൻഷൻ നൽകുന്നതിനൊപ്പം രാഷ്ട്രീയ പ്രചരണം കൂടിയാണ് നടന്നത്. മരണപ്പെട്ടവരുടെ വിവരങ്ങൾ കൈമാറാതെയും വിതരണം ചെയ്യാത്ത പെൻഷൻ തിരിച്ചു നൽകാതെയുമുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതും സാമ്പത്തിക ചെലവ് കുറയ്ക്കാനുമാണ് ധനവകുപ്പ് സഹകരണ ബാങ്കുകളെ പെൻഷൻ വിതരണത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു വാർത്ത വളരെ ക്ലിയറായി ലിജു എന്താണ് പറയുന്നത് നമുക്ക് വ്യക്തമായി. ഇതാണ് ദേശാഭിമാനി പത്രം ഈ രീതിയിൽ വളച്ചൊടിച്ചത്. ഇനി മനോരമയില് വാർത്ത, മനോരമയുടെ 9-ാം പേജിൽ ഇങ്ങനെയാണ്: പെൻഷനെ പാർട്ടി വളർത്താനുള്ള മാർഗമാക്കി. സഹകരണ സംഘങ്ങൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ മറവിൽ ചുവപ്പുവൽക്കരണത്തിന് ശ്രമം നടന്നിരുന്നു എന്ന് മന്ത്രി എം ലിജു. മനസ്സിലായില്ലേ? ഒരാൾക്ക് പെൻഷൻ നൽകുമ്പോൾ സംഘത്തിന് 25 രൂപയും വിതരണക്കാരന് 5 രൂപയും ലഭിക്കും. പെൻഷനെ പാർട്ടി വളർത്താനുള്ള മാർഗമാക്കി മാറ്റി CPM-ൽ നിന്ന് തരുന്ന തുകയെന്ന് വരുത്തി തീർക്കുന്ന വിധം പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. മരിച്ചവർക്കും പെൻഷൻ നൽകിയ സംഭവങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതും പതിവായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേന്നൊക്കെ എത്തിക്കും. എന്നിട്ട് പറയുക നിങ്ങളെ പെൻഷൻ നമ്മളെ തരുന്നിട്ടോ, കുത്താൻ മറക്കരുതേ. അവസാനം തോറ്റ ഞാൻ പറയും നക്കി തിന്നിട്ട് നമ്മളെ MM മണി പറഞ്ഞ പോലെ നക്കി തിന്നിട്ട് ഞങ്ങളെ പൈസ നക്കി തിന്നിട്ട് മറ്റവർക്ക് വോട്ട് ചെയ്തു എന്നും പറയും ഈ പറയുന്ന അധമന്മാർ അല്ലേ. ഇവരെ വേറെ പേരെന്താ വിളിക്കല്ലേ? കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് സംഘങ്ങളിലൂടെ തന്നെ പെൻഷൻ നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കിടപ്പ് രോഗികൾക്ക് പ്രത്യേകിച്ച് ആവശ്യപ്പെട്ട കാര്യമൊന്നുമില്ല. സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
ഈ കിടപ്പ് രോഗികൾക്ക് നേരിട്ട് കൊടുക്കുമെന്ന്. അപ്പൊ ഞാൻ ഒരൊറ്റ വാർത്തയാണ്, അതായത് ദേശാഭിമാനി എങ്ങനെയാണ് വാർത്തകളെ അവർക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്നത് എന്ന്. ഇതിന്റെ ഒരു സംഭവം എന്താണെന്നറിയോ? ഇതിപ്പോ ദേശാഭിമാനി വായിക്കുന്ന അന്തംഗമ്മികൾക്ക് പോലും അറിയാം ഇവര് ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളാണ് നടക്കുന്നത്. പിന്നെ എന്തിനാണ് പിന്നെ നാണം കെട്ട പരിപാടിക്ക് നടക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയില്ലല്ലേ? ശരി, ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.